ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ ഒരാഴ്ചയായി നാട്ടിൽ വന്നിട്ട് അറിയാലോ, പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും. പിന്നെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇടയ്ക്ക് സൗണ്ട് മൊത്തത്തിൽ പോവും. പിന്നെ ഒരു വല്ലാത്തൊരു സൗണ്ടാണ്, എനിക്ക് തന്നെ എന്നെ മനസ്സിലാവാത്തൊരു സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പിന്നെ ഓക്കെ ആവും. ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കാറില്ല ആരുടെ അടുത്തും. പിന്നെ മക്കൾ നാട്ടിൽ തന്നെയാണ്. മക്കളെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് മക്കളിപ്പോൾ ഉള്ളത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വോക്കർ യൂസ് ചെയ്തിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോക്കർ ഞാൻ മുമ്പ് എനിക്ക് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററൊക്കെ തരുന്ന അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ നമ്പറുള്ള ആൾക്കാരൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നിട്ടുണ്ടായിരുന്നു. പെയിൻ കൂടുതലായതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നുണ്ട്. ഏകദേശം എന്താ പറയുക, പകുതി സമയവും ഉറക്കം തന്നെയാണ്. പിന്നെ എഴുന്നേൽക്കുമ്പോഴേക്കും ഭയങ്കര ടയേർഡാവും. പിന്നെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ഉറക്കം തന്നെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ വാട്സാപ്പിലൊന്നും നോക്കാറില്ല മെസ്സേജ്. ഇന്നലെ എനിക്ക് MCCയിൽ കാണിക്കാനുണ്ടായിരുന്നു. എൻ്റെ അസുഖത്തിൻ്റെ മെഡിസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ കിട്ടി. 2 മാസത്തേക്ക് 27 ലക്ഷം രൂപയാണ് എൻ്റെ മെഡിസിന് വരുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞത് ആ ഒരു മെഡിസിൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ഇമ്പോർട്ടിങ് തന്നെയാണ്. അപ്പം അത് കുറേ ഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഡോസിന് 12 ലക്ഷം, പിന്നെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഏകദേശം ചെറിയൊരു രീതിയിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പം വിശദമായിട്ട് മെഡിസിൻ വാങ്ങുന്ന ടൈമിലാണ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരാം. അപ്പോൾ ജസ്റ്റ് തൽക്കാലം ഡോക്ടർ ഒരു എമൗണ്ടിൻ്റെ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാസത്തേക്ക് 27 ലക്ഷം രൂപയാണ്. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു 2 മാസം അടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, അത് എത്ര മാസം അടിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 27 ലക്ഷം രൂപ എന്നുള്ളത് എല്ലാ 2 മാസം കൂടുമ്പോഴും കാണണം, എന്നിട്ട് അടിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് ഇനി കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചാലുള്ള ഗുണം. പിന്നെ അത് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു BNHൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ വരുന്ന എല്ലാ ഡാമേജുകളും എനിക്ക് വന്നത് കൊണ്ട് ഇനിയിപ്പം അത് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന അസുഖങ്ങളൊന്നും മാറ്റാനോ അല്ലെങ്കിൽ അതിനൊരു പ്രിക്കോഷൻ എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇനി മുന്നോട്ടേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, വരുന്ന കുറച്ച് മോശമായ അവസ്ഥകളൊക്കെ കുറയ്ക്കാൻ ആ ഒരു മെഡിസിൻ ഉപകാരപ്പെടും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത്രയും വലിയ തുക നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് വേണ്ട മെഡിസിൻ അല്ല. പിന്നെ 2 മാസം തന്നെ 27 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പിന്നീട് ഒരു വർഷത്തേക്ക് എത്ര പൈസ ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് സർജറി പെട്ടെന്ന് ചെയ്യണം ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള എമൗണ്ട് ഒന്നും റെഡി ആയിട്ടില്ല. എപ്പോഴും ഇടയ്ക്ക് കിട്ടിയ ആ എമൗണ്ടിൽ തന്നെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എമൗണ്ട് ചിലവായി. അപ്പോൾ കുറേ ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോസ് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വീഡിയോയിൽ വന്നിട്ട് എനിക്ക് വയ്യ അല്ലെങ്കിൽ കഴിയുന്നില്ല, സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കൊരു മുടപ്പുണ്ടാവില്ലേ. ഇവർക്ക് എപ്പോൾ നോക്കുമ്പോൾ ഇത് പറയാനേ നേരമുള്ളൂ. എനിക്ക് പറഞ്ഞാൽ അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ എന്താ പറയേണ്ടത്, വയ്യാന്ന് പറയുമ്പോൾ അത് സ്വതവേ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും വയ്യാന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു മുഷിപ്പ് തോന്നും. പറയുന്ന എനിക്കും ഇതന്നെ എപ്പോഴും. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചതിന് എന്താ പറയണ്ടേ, വയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് വീഡിയോ ചെയ്യാൻ തോന്നാത്തത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ റമദാൻ മാസമൊക്കെ വരികയാണ്. അപ്പം റമദാൻ മാസത്തിലൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡെയിലി ഫുഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടക്കുമെന്നൊന്നും അറിയില്ല. അതൊക്കെ ആഗ്രഹിക്കാനേ പറ്റുന്നുള്ളൂ.
അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല. റിപ്ലൈ തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയണ്ടേ, മീൻസ് എങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഓക്കെ സുഖമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം വിശദമായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. ആരൊക്കെ എൻ്റെ അടുത്ത് മുടി വന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മുടി വരുന്നുണ്ട്, ഇങ്ങനെ കുട്ടി കുട്ടി ഹെയർസ് വരുന്നുണ്ട്. എനിക്ക് ചെറുതിൽ ഇതേപോലെ ഇങ്ങനെ മുള്ളു പോലെയുള്ള മുടിയായിരുന്നു. എനിക്കിപ്പോഴും എനിക്ക് അതേപോലത്തെ മുടിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഇത്താത്തൊക്കെ കണ്ടപ്പം പറഞ്ഞു, ചെറുതിൽ എനിക്ക് ഇതുപോലെ ഇങ്ങനെ മുള്ളു പോലത്തെ മുടിയാണ്, ഇപ്പോഴും അതേപോലത്തെ മുടിയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ മുമ്പോട്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ സ്പൈനലിൻ്റെ ഇതിന് ആഴ്ചക്ക് ഇഞ്ചക്ഷൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പം കോഴിക്കോട് പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആസ്ട്രോമിംസിൽ അതേപോലെ സർജറീൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്നും ഒരു പ്രോപ്പർ ഇത് കിട്ടിയിട്ടില്ല. ഇതിപ്പം ക്യാൻസർ സെൻ്ററിൽ നിന്ന് എൻ്റെ അസുഖത്തിൻ്റെ മെഡിസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇഞ്ചക്ഷൻ അടിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വാക്സിൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ. പിന്നെ ഇതിന് വരുന്നൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് പ്രതിരോധശേഷി കുറയാന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി പ്രതിരോധശേഷി തീരെ ഇല്ല. എനിക്ക് പെട്ടെന്ന് അസുഖം വരുന്നുണ്ട്. ചെറിയൊരു ജലദോഷമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതേപോലെ ആ ഒരു ജലദോഷം കുറച്ചുകൂടെ സിവിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നതുകൊണ്ട് തന്നെ അതിനെ തുടർച്ചയായിട്ട് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവരും ദുആ ചെയ്യുക. ദുആ ചെയ്യുന്നുണ്ടെന്നറിയാം, എന്നാലും എല്ലാവരും ദുആ ചെയ്യുക. നല്ലൊരു മാസത്തിൻ്റെ ബർക്കത്തും ഉണ്ട്. അസുഖങ്ങളൊക്കെ കുറയാനും മെഡിസിൻ്റെ പൈസ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.